അതായത് റയൽ മാഡ്രിഡ് ഈ ഒരു ഇപ്പൊ അടുത്തൊരു കാലയളവിൽ നടത്തിയ ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫർ ആണ് ജൂഡ് ബെല്ലിംഗം. കാരണം അത്രയും ഇപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ പറയുകയാണെങ്കിൽ എന്താണ്, പല ടീമുകളും 100 മില്യന്റെ മുകളിൽ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മളെ മോയിസസ് കൈസഡോ 100 മില്യൺ ചെലവാക്കിയ പ്ലെയർ ആണ്. അതുപോലെ തന്നെ മുഡ്രിക്ക് 100 മില്യൺ ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ വേൾഡ് കപ്പിന്റെ സ്റ്റാറായ എൻസോ 100 മില്യൺ ചെലവാക്കിയിട്ടുണ്ട്. അതുപോലെ ഡെക്ലാൻ റൈറ്റ്സ്, ഇതുപോലെ കുറെ പ്ലേയേഴ്സിന് 100 മില്യൺ മുടക്കിയിട്ട് പല ടീമുകളും മേടിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ജൂഡ് ബെല്ലിംഗം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. അവിടെയാണ് റയൽ മാഡ്രിഡ് എന്നുള്ള ടീമിന്റെ ഇത് നമ്മൾ അറിയേണ്ടത്. റയൽ മാഡ്രിഡിന്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. റയൽ മാഡ്രിഡ് നടത്തുന്ന സൈനിങ്ങളൊക്കെ ബെസ്റ്റ് സൈനിങ്ങളാണ്. ഇപ്പൊ നമ്മൾ പണ്ടെടുത്തൊക്കെ റൊണാൾഡോ മുതൽ തുടങ്ങിയാൽ മതി. റൊണാൾഡോന്റെ സൈനിങ് ഒന്ന് ആലോചിച്ച് നോക്കി. റൊണാൾഡോന്റെ സൈനിങ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയാ, അന്നത്തെ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അത്രയും ഓഡിയൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അത്രയും വലിയൊരു സെറമണി ആയിരുന്നു. റൊണാൾഡോ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സിദാന്, ബെയ്ലി, കക്ക, അങ്ങനെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് എല്ലാം ഒന്നിനൊന്നിന് മെച്ചം. ഒരു പ്ലെയർ ഒഴികെ, ഹസാർഡ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സൈനിങ്ങും അവർ അടിപൊളിയായിരുന്നു. 1-2 സൈനിങ്ങൾ മാറ്റിച്ച ബാക്കി എല്ലാതും അവർ അടിപൊളിയായിരുന്നു. വേറെ ഒരു ടീം ഇത്ര അടിപൊളിയായിട്ട് സൈനിങ്ങൾ സെലക്റ്റീവായിട്ട് അത്ര അടിപൊളി പ്ലേയേഴ്സിനെ എടുക്കുകയും അവരെ കറക്റ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുകയും ചെയ്യണം വേറെ ടീമുകൾ കുറവാണ്. അത് ശരിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാല് ഗോഡ് ക്ലബ്ബാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്ലബിന് റയൽ മാഡ്രിഡിനേക്കാളും വലിയൊരു ക്ലബ്ബ് ഏത് കാര്യത്തിലും, ട്രോഫീസിന്റെ കാര്യത്തിലായാലും ഗോൾസിനും എന്ത് നമ്പേഴ്സിന്റെ കാര്യത്തിലായാലും റയൽ മാഡ്രിഡിനോളം വളർന്ന വേറെ ക്ലബ്ബ് ഈ ലോകത്ത് തന്നെ അല്ല. അത് ക്ലബ് ഓഫ് സെഞ്ചുറിയാണ്. അപ്പോൾ അവർ തീരുമാനങ്ങൾ അതിനനുസരിച്ചിട്ട് ഏറ്റവും മികച്ച ഡിസിഷൻസ് എടുക്കും. നേരെ വെച്ചാൽ അവരെ റൈവൽസ് ആയിട്ടുള്ള ബാഴ്സലോണ, അപ്പുറത്ത് വേറെ മറ്റു ക്ലബ്ബുകൾ, ഭയം പോലത്തെ ക്ലബ്ബുകളാണെങ്കിൽ പോലും അവർക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോണത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ബയേണ് ഭയങ്കര കത്തി നല്ല ഫോമിലാണ് നിൽക്കുന്നത്. പക്ഷെ ബാഴ്സലോണക്ക് അവിടെ അടി തെറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഡെയിലി അടി തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബാഴ്സലോണക്ക് ഒരു പ്രതാപ കാലഘട്ടം ഉണ്ടായിരുന്നു, ഇല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ അവർ ഭയങ്കര മോശ സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റയൽ മാഡ്രിഡിന് അന്നും ഇന്നും എന്നും അവരുടേതായിട്ടുള്ള പ്ലേയേഴ്സും ഉണ്ട്, അവർക്ക് അതിനുള്ള സ്പേസ് ഉണ്ട്, അവർക്ക് ട്രോഫീസ് നേടാൻ സാധിക്കുന്നുണ്ട്, നല്ല പ്ലേയേഴ്സിന് സൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നല്ല കളി കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇനിയിപ്പോ എംബാപ്പയുടെ റൂമറും കൂടി ഉണ്ട്. എംബാപ്പയും കൂടി റയൽ മാഡ്രിഡ് എത്തിച്ചേർന്ന റയൽ മാഡ്രിഡ് തികച്ചും അൺസ്റ്റോപ്പബിൾ ആവും. അത് വരുമില്ല എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ കാണാം.